പെർഫ്യൂഷൻ ടെക്നോളജി എന്ന ഒരു തൊഴിൽ മേഖലയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് ഹാർട്ടും ലങ്സും പ്രവർത്തിക്കുന്ന മെഷീനാണ് ഹാർട്ട് ലങ് മെഷീൻ. ഈ ഹാർട്ട് ലങ് മെഷീനെ പ്രോപ്പറായിട്ട് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ സർജറിയിൽ അപകടങ്ങളുണ്ടാവും. ഈ ഹാർട്ട് ലങ് മെഷീനാണ് രക്തചംക്രമണത്തിൽ കൃത്യമായിട്ട് ഓക്സിജൻ്റെ അളവിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ഹാർട്ട് ലങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീഷ്യനാണ് പെർഫ്യൂഷൻ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന തൊഴിൽ മേഖല ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് +2 പാസ്സായൊരു കുട്ടിക്ക് വേണമെങ്കിൽ BSc പെർഫ്യൂഷൻ ടെക്നോളജിക്ക് പഠനം നടത്താൻ അവസരമുണ്ട്. അതല്ല എങ്കിൽ ബാച്ചുലർ ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന BPT എന്നൊരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടുമല്ലാതെ മൂന്നാമത് ഒരു കോഴ്സ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ മേഖലയിൽ PG ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജിയാണ്. PG ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി സുവോളജിയിൽ BSc ഡിഗ്രി പാസ്സായ കുട്ടികൾക്കാണ് ചേരാൻ കഴിയുക. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരമാണ് ഈ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനം നമുക്ക് കാണാൻ കഴിയുക. മറ്റ് മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ചുള്ള വിവിധ മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ തന്നെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ മേഖലയിൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് പ്രവേശനത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എൻട്രൻസ് ഉണ്ട്. ശ്രീ ചിത്രയിൽ BSc സുവോളജി 50% മാർക്കോടെ മെയിനോ സബ്സിഡിയറിയോ ആയിട്ട് പഠിച്ച ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. അവിടെയും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. സീറ്റിൻ്റെ എണ്ണം വളരെ പരിമിതമാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത് ഹൃദ്രോഗികളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2030 ഏതാണ്ട് 15% വളർച്ചാ നിരക്കാണ് ലോകമെമ്പാടും ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അത് തന്നെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ അല്ലെങ്കിൽ ഈ ഒരു പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റുമാരുടെ ഹൃദയ ചികിത്സാ രംഗത്ത് ആവശ്യകതകൾ നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് USA, കാനഡ, UK, ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യ ഒക്കെ. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ധാരാളം പെർഫ്യൂഷനിസ്റ്റുമാരുടെ ആവശ്യവും വരും. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യതയുള്ള വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള 100% പ്ലേസ്മെൻറ്റ് അഷോർഡ് ആയിട്ടുള്ള ഒരു പാരാമെഡിക്കൽ സ്ട്രീമാണ് പെർഫ്യൂഷൻ ടെക്നോളജി. ആ പെർഫ്യൂഷൻ ടെക്നോളജിയിൽ നമുക്ക് ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി എന്നൊരു മേഖല ഇപ്പുറത്ത് വേറെയുണ്ട്. കാരണം അവിടെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത് വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നൊരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ 3 മേഖലകളായിട്ട് നമുക്ക് ഈ ഒരു മേഖലയെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഈ 3 മേഖലയിലും പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ക്ലിനിക്കൽ മേഖലയിലോ അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലോ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റായിട്ടോ വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ആ രോഗിയുടെ സുരക്ഷിതത്വം ഏതാണ്ട് 100% ഇവരുടെ കയ്യിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രക്തചംക്രമണം, അവരുടെ ആ ഒരു പൾമണറി സർജറി നടത്തുന്ന സമയത്ത് ഉൾപ്പെടെയുള്ള മേഖലകൾ ഇതിൻ്റെയൊക്കെ കൺട്രോൾ ഇവർ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, വാസ്കുലർ ആൻഡ് പൾമണറി കൺട്രോൾ കംപ്ലീറ്റ് ഇവരാണ് നിയന്ത്രിക്കുന്നത് എന്നത് മാത്രമല്ല, ഈ രോഗിയുടെ ശാരീരിക നിലയിൽ ഓക്സിജൻ സാച്ചുറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടായാൽ അത് സർജറിയെ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് കപ്പാസിറ്റിയുള്ള കുട്ടികൾക്കായിരിക്കും ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ മേഖല ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാന സാധ്യത നമുക്കിവിടെ കാണാൻ കഴിയുക, വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ പഠന മേഖലയിലേക്ക് വരുന്നത്. എന്നാൽ വളരെ ഫാസ്റ്റ് ഗ്രോവിങ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയും കൂടിയാണിത്. 15% ഹൃദ്രോഗികളുടെ എണ്ണം ഇന്നുള്ളതിനേക്കാൾ 15% വർദ്ധിക്കും 2030 എന്ന് ഒരു പഠനം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 8 മുതൽ 12-15 വരെ തൊഴിൽ മേഖലയിൽ സ്വാഭാവികമായിട്ടും വർധന ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മതിയായ ലാംഗ്വേജ്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മതിയായ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവണം. അതുപോലെ തന്നെ തൊഴിൽ മേഖലയുടെ പരിചയസമ്പന്നത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയണം.
അപ്പോൾ കാർഡിയോ വാസ്കുലർ സർജറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും, അതായത് ഒരു ബൈപ്പാസ് സർജറി നടത്തുന്ന സമയത്ത് വലിയൊരു റോള് പ്ലേ ചെയ്യുന്ന, ഡോക്ടർക്ക് തുല്യമായി ഒപ്പം നിന്ന് രോഗിയുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് നമുക്ക് പെർഫ്യൂഷൻ ടെക്നോളജിയെ കാണാൻ കഴിയും. അത് ന്യൂറോ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ഉണ്ട്, കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ഉണ്ട്. ന്യൂറോ സർജറി ചെയ്യുമ്പോഴും ഇതേ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാർഡിയാക് സർജറി ചെയ്യുന്ന സമയത്തും ഇതേ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 സ്ട്രീമിൽ നമുക്ക് ഇവിടെ പഠന സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്ന്, +2 ജോയിൻ ചെയ്യുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് +2 അഡ്മിഷൻ എടുക്കുക. +2 അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. 50% മാർക്കോട് കൂടി പാസ്സായതിനു ശേഷം LBS സെൻറ്റർ വഴിയാണ് കേരളത്തിൽ നമുക്ക് അഡ്മിഷന് അപ്ലൈ ചെയ്യേണ്ടത്. മെറിറ്റിനെ ബേസ് ചെയ്തിട്ട് LBS സെൻറ്റർ വഴി നമുക്ക് കോളേജുകളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് അവരുടെ എൻട്രൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക. ജിപ്മറും അടക്കമുള്ള വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിൽ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പെർഫ്യൂഷൻ ടെക്നോളജി പഠിക്കാൻ അവസരമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഓപ്ഷൻ സുവോളജി പാസ്സാകുന്ന കുട്ടികൾ. അപ്പോൾ അവരും ബയോളജി സ്ട്രീമിൽ +2 എടുത്തതിന് ശേഷം ഇനി എനിവേ വളരെ ചുരുങ്ങിയ സീറ്റുകളാണ്, അതിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധ്യതയാണ് സുവോളജി ഡിഗ്രിയോ അല്ലെങ്കിൽ സുവോളജി സബ്സിഡിയറി സബ്ജക്റ്റായിട്ടോ മെയിൻ സബ്ജക്റ്റായിട്ടോ ഡിഗ്രി എടുത്തതിന് ശേഷം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനിലൂടെ വളരെ നിസ്സാരമായ സീറ്റുകളെ അവിടെയുള്ളൂ. അപ്പോൾ എൻട്രൻസിന് നല്ലപോലെ നമുക്ക് കാലകൂട്ടി പ്രിപ്പയർ ചെയ്യാനും ആ എൻട്രൻസിലെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് അഡ്മിഷൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കൊണ്ട് നമുക്ക് അവിടെ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും നല്ല ഒരു കരിയർ. ശ്രീചിത്രയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് നല്ല ഡിമാൻഡാണ്. കാരണം ലോകോത്തരമായിട്ടുള്ള ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹൃദയ ശസ്ത്രക്രിയാ കേന്ദ്രവും ചിത്ര എന്ന വാൽവ് നിർമ്മിക്കുന്ന മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നോളജിയുടെ മേഖലയിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്ഥാപനവും കൂടിയാണ്. അപ്പോൾ വളരെ പ്രീമിയമായിട്ടുള്ള ഒരു അക്കാഡമിക് മികവ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ പെർഫ്യൂഷൻ ടെക്നോളജി ഇനി മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ബാച്ചിലർ ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ ശ്രമിക്കാറില്ല. സിവിൽ സർവീസ് ഉൾപ്പെടെ എനി ഡിഗ്രി എന്ന് പറയുന്ന എല്ലാ ജോലികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നു. മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന എല്ലാ പ്രൈവറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും നമുക്ക് സാധ്യതകൾ തുറന്നു തരുന്ന, അവസരങ്ങളുടെ വലിയൊരു ലോകം തുറന്നു തരുന്ന വലിയ ഒരു ടെക്നിക്കലി സ്കിൽഫുള്ളായിട്ടുള്ള ഒരു തൊഴിൽ മേഖല എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. ഓരോ വർഷവും മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്. വർഷം തോറും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഈ മേഖലയിൽ സാലറി ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രി എടുക്കുമ്പോൾ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. മറ്റിപ്പോൾ നഴ്സിംഗ് പോലുള്ള മേഖലകൾ എടുത്താൽ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാലറി ഹൈക്കിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്ര വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെ ഒരു സാലറി ഹൈക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ വലിയ ഒരു തൊഴിൽ സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഫാസ്റ്റ് ഗ്രോവിങ് ആണ്, വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച്, ജീവിതശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വലിയ തോതിൽ ഈ സർജറിയുടെ അല്ലെങ്കിൽ പെർഫ്യൂഷനിസ്റ്റുകളുടെ സേവനം ആവശ്യമായിട്ട് വരുന്ന സർജറികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും. അത് ഒരവസ്ഥ. ഇനി ഇതിനപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് മേഖലയിൽ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ സാധ്യതകൾ ഈ കൂട്ടർക്ക് വർദ്ധിക്കുകയാണ്. കാരണം അറ്റ് എ ടൈം സർജറികളുടെ എണ്ണം കൂടുന്നു. സർജറികൾക്കൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ഇനിയുള്ള കാലത്ത് മെഡിക്കൽ മേഖലയിലുള്ള വികാസത്തിൻ്റെ ഫലമായി AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വിവിധ ഡിവൈസുകൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ നിയന്ത്രണവും ഒരുപക്ഷെ ഇവർ തന്നെ നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അവിടെയും സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളായാലും പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ മുൻപ് പറഞ്ഞ പോലുള്ള UK, USA, കാനഡ, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ് പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, ഇവിടെയൊക്കെയാണ് ഹൃദ്രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ മേഖലയിലുള്ള അവസരങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശത്തുമുള്ള പഠന തൊഴിൽ സാധ്യതകളെ പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന വിപുലമായ ഒരു നല്ല പാരാമെഡിക്കൽ പഠന മേഖലയെ നമുക്ക് ഭംഗിയായി ഉപയോഗപ്പെടുത്തി നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം.